Assalamu alaikum. Hi dears, how are you? Are you fine and safe there? Let's start our class with the dua. Say the dua. Rabbi yassir wala tu'assir wa tammim bil khair wa bika nasta'inu ya fattahu Rabbi zidni ilma. Rabbi zidni ilma. Rabbi zidni ilma. Okay. We are studying which chapter? Chapter 6. The name of the lesson is our environment അല്ലേ നമ്മുടെ എൻവയോൺമെൻറ്റിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. നൗ വി ആർ സ്റ്റഡിങ് പൊല്യൂഷൻ. ഓക്കെ, we discussed about what are the names of the pollution. Yes, water pollution, air pollution and land pollution. Now we have noise pollution. Which pollution? Noise pollution. അതായത് ശബ്ദ മലിനീകരണം. Okay, what is noise pollution? Can you say? Yes, any sound that causes discomfort to our ears is called noise pollution. Any sound, ഏത് സൗണ്ട് ആയാലും that cause discomfort to our ears, അതായത് നമ്മുടെ ചെവിക്ക് അരോചകമായ ഏത് സൗണ്ടിനെയും എന്തുണ്ടാക്കുന്നു? അത് ശബ്ദ മലിനീകരണത്തിന് കാരണമാകുന്നു. ഓക്കെ, എന്താണ്? എനി സൗണ്ട് that causes discomfort to our ears is called noise pollution. Any sound that causes discomfort to our ears is called noise pollution. It irritates, അതായത് നമ്മളെ എന്ത് ചെയ്യുന്നു? ബുദ്ധിമുട്ടിക്കുന്നു അല്ലേ? ഡിസ്റ്റർബ് ആൻഡ് ഇൻ്റർഫിയേഴ്സ് വിത്ത് അവർ എവറിഡേ ലൈഫ് ആക്ടിവിറ്റീസ് ലൈക്ക് സ്ലീപ്പിംഗ്, ടോക്കിംഗ് ആൻഡ് റീഡിങ്. അപ്പം ഈ നോയ്സ് പൊല്യൂഷൻ എന്തിനെയൊക്കെയാണ് ബാധിക്കുന്നത്? നമ്മുടെ സ്ലീപ്പിങ്ങിനെയും ദെൻ ടോക്കിംഗ് ദെൻ റീഡിങ് ഇതിനെല്ലാം എന്ത് ചെയ്യുന്നു? അഫക്റ്റ് ചെയ്യുന്നു. കോസസ് ആൻഡ് അഫക്റ്റ്, ഇതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സൗണ്ട് ഫ്രം ഹൗസ് ഹോൾഡ് മെഷീൻസ് ലൈക്ക് ജ്യൂസേഴ്സ്, ദെൻ ഗ്രൈൻഡേഴ്സ് ആൻഡ് വാക്വം ക്ലീനേഴ്സ്. അതായത് നമ്മുടെ മിക്സർ, നമ്മുടെ ഗ്രൈൻഡർ, ഇതൊക്കെ യൂസ് ചെയ്യുമ്പോൾ എന്തുണ്ടാവുന്നു? ഭയങ്കരമായിട്ട് സൗണ്ട് ഉണ്ടാകുന്നു. ഇതെന്തിന് കാരണമാകുന്നു? നോയ്സ് പൊല്യൂഷന് കാരണമാകുന്നു. ദെൻ സൗണ്ട് ഫ്രം വെഹിക്കിൾസ് ആൻഡ് മെഷീൻസ് ആൻഡ് കൺസ്ട്രക്ഷൻ സൈറ്റ്, അതായത് ചില സമയങ്ങളിൽ നമ്മുടെ മെഷീൻസ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് എന്തുണ്ടാവുന്നു? സൗണ്ട് ഉണ്ടാവുന്നു. ദെൻ വെഹിക്കിൾസിൽ നിന്നുള്ള സൗണ്ട്, ദെൻ കൺസ്ട്രക്ഷൻ സൈറ്റ്, അവിടെ നിന്നൊക്കെയുള്ള സൗണ്ട് എന്തുണ്ടാക്കുന്നുണ്ട്? നോയ്സ് പൊല്യൂഷന് കാരണമാകുന്നുണ്ട്. ദെൻ സൗണ്ട് ഫ്രം ദ ലൗഡ് സ്പീക്കേഴ്സ് പ്ലേഡ് അറ്റ് പാർട്ടീസ്, വലിയ സൗണ്ടിൽ പാർട്ടികളിലൊക്കെ പാട്ടൊക്കെ ഇടാറുണ്ട് അല്ലേ? അതെല്ലാം എന്തിന് കാരണമാകുന്നുണ്ട്? നോയ്സ് പൊല്യൂഷന് കാരണമാകുന്നുണ്ട്. ദെൻ പ്ലേസസ് ഓഫ് വർഷിപ്പ് ആൻഡ് അതർ സോഷ്യൽ ഇവൻറ്റ്സ്, മറ്റ് സോഷ്യൽ ആയിട്ടുള്ള പരിപാടികളിലെല്ലാം എന്തുപയോഗിക്കുന്നുണ്ട്? ലൗഡ് സ്പീക്കർ ഉപയോഗിക്കുന്നു, അത് ശബ്ദ മലിനീകരണത്തിന് കാരണമാകുന്നു. ദെൻ സൗണ്ട് ഓഫ് ബേസ്റ്റിംഗ് ക്രാക്കേഴ്സ്, അതായത് പടക്കങ്ങളൊക്കെ പൊട്ടിക്കുന്നു അല്ലേ? അങ്ങനെയൊക്കെയാണ് എന്തുണ്ടാവുന്നത്? നോയ്സ് പൊല്യൂഷൻ ഉണ്ടാവുന്നത്. അപ്പോൾ ദീസ് ആർ ഇറിറ്റേറ്റിംഗ് അവർ ഇയേഴ്സ് അല്ലേ? എനി സൗണ്ട് ദാറ്റ് കോസസ് ഡിസ്കംഫർട്ട് ടു അവർ ഇയേഴ്സ് ഈസ് കോൾഡ് നോയ്സ് പൊല്യൂഷൻ. ഇറ്റ് ഇറിറ്റേറ്റ്സ്, ഡിസ്റ്റർബ് ആൻഡ് interferes our ears. Then it affect to our sleeping, talking and reading. Okay, ഇതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? സൗണ്ട് ഫ്രം ദ മിക്സർ, ഗ്രൈൻഡർ ആൻഡ് വാക്വം ക്ലീനർ. Then also sound from the vehicles and construction site. Then sound from the loudspeakers that played in social events and worship centers. Okay, then sound of bursting crackers also make noise pollution. Then it also cause problems like എന്താണ്? ഹിയറിംഗ് ലോസ്, നമ്മുടെ കേൾവി നഷ്ടപ്പെടാൻ എന്ത് കാരണമാകുന്നു? ഈ സൗണ്ട് പൊല്യൂഷൻ കാരണമാകുന്നു. എന്തിനൊക്കെയാണ്? ഹിയറിംഗ് ലോസ്, കേൾവിക്കുറവ്, ഹിയറിംഗ് ലോസ്. ദെൻ സ്ലീപ്പ് ഡിസോർഡർ, അതായത് പ്രോപ്പറായിട്ടുള്ള ഉറക്കം കിട്ടുന്നില്ല അല്ലേ? സ്ലീപ്പ് ഡിസോർഡർ. നമുക്കറിയാം നമ്മുടെ വീടിൻ്റെ അടുത്തങ്ങനെ വലിയ സൗണ്ടിൽ പാട്ട് കേട്ടാൽ നമുക്ക് ഉറങ്ങാൻ പറ്റുമോ?
ഇല്ല അല്ലേ. നമുക്ക് പിന്നെ എന്തുണ്ടാവുന്നു? ഹെഡേക്ക് ഉണ്ടാവുന്നില്ലേ, തലവേദനയ്ക്ക് കാരണമാകുന്നു. അപ്പോൾ ഈ സൗണ്ട് പൊല്യൂഷൻ മൂലം എന്തൊക്കെയാണ് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത്? ഹിയറിംഗ് ലോസ്, ദെൻ സ്ലീപ്പ് ഡിസോർഡർ ആൻഡ് ഹെഡേക്ക്. വാട്ട് ആർ ദ പ്രോബ്ലംസ്? ഹിയറിംഗ് ലോസ്, സ്ലീപ്പ് ഡിസോർഡർ ആൻഡ് ഹെഡേക്ക്. ഓക്കെ. ദെൻ വേസ് ടു പ്രിവെൻറ്റ് നോയ്സ് പൊല്യൂഷൻ. ഈ നോയ്സ് പൊല്യൂഷനെ നമുക്ക് എങ്ങനെയൊക്കെ അവോയ്ഡ് ചെയ്യാം? ക്യാൻ യു സേ? While we traveling in the vehicle, we don't use more sound at the horns, അല്ലേ? യൂസ് കാർ ഹോൺസ് ആസ് ലിറ്റിൽ ആസ് പോസിബിൾ. ആവശ്യത്തിന് മാത്രം എന്ത് ഉപയോഗിക്കുക? കാർ ഹോൺസ് യൂസ് ചെയ്യുക. ദെൻ അവോയ്ഡ് ലൗഡ് മ്യൂസിക് ദാറ്റ് ഹേർട്ട് അവർ ആൻഡ് അതേഴ്സ് ഇയേഴ്സ്. അവോയ്ഡ് ലൗഡ് മ്യൂസിക്, വലിയ രീതിയിൽ എന്ത് ചെയ്യുക? മ്യൂസിക് ഉപയോഗിക്കാതിരിക്കുക. ദെൻ ഡു നോട്ട് ബേസ്റ്റ് ഫയർ ക്രാക്കേഴ്സ്. ഡു നോട്ട് ബേസ്റ്റ് ഫയർ ക്രാക്കേഴ്സ്. ദെൻ മിനിമൈസ് ദ യൂസ് ഓഫ് ലൗഡ് സ്പീക്കർ. ലൗഡ് സ്പീക്കറിൻ്റെ യൂസ് എന്ത് ചെയ്യുക? മിനിമൈസ് ചെയ്യുക, ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക. ദെൻ വി ക്യാൻ അവോയ്ഡ് എന്താണ്? നോയ്സ് പൊല്യൂഷൻ. ദെൻ ദ 3 Rs ഓഫ് കൺസർവേഷൻ. നെക്സ്റ്റ് പോർഷൻ ഈസ് ദ 3 Rs ഓഫ് കൺസർവേഷൻ. എന്താണ് 3 Rs ഓഫ് കൺസർവേഷൻ എന്ന് പറഞ്ഞാൽ? നമ്മൾ പഠിച്ചിട്ടില്ലല്ലേ? 3 Rs എന്ന് പറഞ്ഞാൽ 3 Rകളാണ്. അതായത് റീയൂസ്. ഫസ്റ്റ് വൺ ഈസ് റീയൂസ്. ദെൻ സെക്കൻഡ് വൺ ഈസ് ഒരു സർക്കിളാണ് ഇതല്ലേ. എന്തൊക്കെയാണ്? റീസൈക്കിൾ, റീസൈക്കിൾ, ദെൻ റെഡ്യൂസ്. ഇത് 3 എന്താണ്? ദ 3 Rs ഓഫ് കൺസർവേഷൻ ആണ്. 3 Rs ഓഫ് കൺസർവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? 3 Rകളാണേ. അത് ഏതൊക്കെയാണ്? റെഡ്യൂസ്, റെഡ്യൂസിൻ്റെ R ഒന്ന്, ദെൻ റീയൂസ്, റീയൂസിൻ്റെ R ഒന്ന്, ദെൻ റീസൈക്കിൾ, ദാറ്റ് ഈസ് അനദർ R. അപ്പം ഈ 3 Rകളും കൂടി ചേർന്നാൽ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്? വി ക്യാൻ കൺസേർവ് ദ എൻവിയോൺമെൻറ്റ്. We can test how it possible. Reducing, reusing and recycling help cut down the amount of wastage and conserve the environment. ഈ 3 രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാം? നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ എൻവിയോൺമെൻറ്റിനെ എന്ത് ചെയ്യാൻ പറ്റും? കൺസർവ് ചെയ്യാൻ പറ്റും. ആൻഡ് വി ക്യാൻ റെഡ്യൂസ് ദ എമൗണ്ട് ഓഫ് വേസ്റ്റേജ്, വേസ്റ്റേജിൻ്റെ അളവും നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതിൽ റെഡ്യൂസ് എന്താണെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. റെഡ്യൂസ്, ഫസ്റ്റ് വൺ ഈസ് റെഡ്യൂസ്. റെഡ്യൂസ് എന്താണ്? വി ക്യാൻ റെഡ്യൂസ് വേസ്റ്റേജ് ബൈ ബൈയിങ് ഓൺലി വാട്ട് വി റിക്വയർ. അതായത് നമുക്ക് എത്ര ആവശ്യത്തിന് ഒരു സംഗതി ആവശ്യമുണ്ടോ, അതായത് നമുക്കിപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ വി ഈറ്റിംഗ് ലഞ്ച്. അപ്പം നമ്മളൊരു പ്ലേറ്റ് എടുക്കുന്നു, നമ്മൾ എന്ത് ചെയ്യുക? നമുക്ക് ആവശ്യമുള്ള ചോറ് മാത്രം അതിൽ എടുക്കുന്നു. എന്താണ് നമ്മൾ കഴിക്കുന്നത്? അത്രയും ആവശ്യത്തിനുള്ള ഫുഡ് നമ്മൾ എടുക്കുന്നു. ദെൻ ദർ ഈസ് നോ നീഡ് ഓഫ് വേസ്റ്റേജ്, ഇല്ലേ? അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റില്ല? വേസ്റ്റ് ആക്കാൻ പറ്റില്ല. നമ്മുടെ ആവശ്യത്തിന് മാത്രം നമ്മൾ വസ്തുതകൾ എടുക്കുകയാണെങ്കിൽ അവിടെ വേസ്റ്റിൻ്റെ കാര്യം വരുന്നുണ്ടോ? ഇല്ല. ദാറ്റ് ഈസ് റെഡ്യൂസ്. എന്താണ്? വി ക്യാൻ റെഡ്യൂസ് വേസ്റ്റേജ് ബൈ ബൈയിങ് ഓൺലി വാട്ട് വി റിക്വയർ. നമുക്ക് എത്ര അളവ് ആവശ്യമുണ്ടോ അത്രയും മാത്രം നമ്മൾ എടുക്കുക. അത് ഫുഡല്ല, എന്ത് കാര്യമായാലും നമുക്ക് ആവശ്യമുള്ള വസ്തുതകൾ മാത്രം നമ്മൾ എടുക്കുകയാണെങ്കിൽ എന്ത് പറ്റില്ല? അവിടെ വേസ്റ്റിൻ്റെ കാര്യമേ വരുന്നില്ല. ഓക്കെ. ഫോർ എക്സാമ്പിൾ, വി ഷുഡ് ടേക്ക് സ്മോൾ എമൗണ്ട് ഓഫ് ഫുഡ് ഇൻ അവർ പ്ലേറ്റ്സ് ടു അവോയ്ഡ് വേസ്റ്റേജ്. കുറഞ്ഞ അളവിൽ ഭക്ഷണം നമ്മുടെ പ്ലേറ്റിൽ എടുക്കുകയാണെങ്കിൽ അവിടെ വേസ്റ്റ് വരുന്നില്ല. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഫുഡിനെ നമുക്ക് കൺസേർവ് ചെയ്യാൻ പറ്റും, ഇല്ലേ? ദെൻ വി ക്യാൻ റെഡ്യൂസ് ദ യൂസ് ഓഫ് ഫ്യൂവൽ ആൻഡ് കൺട്രോൾ എയർ പൊല്യൂഷൻ ബൈ കാർ പൂളിംഗ് ആൻഡ് യൂസിങ് ബൈസൈക്കിൾസ് ഓർ വാക്കിംഗ് ഷോർട്ട് ഡിസ്റ്റൻസ്. അതെങ്ങനെയാണ്? അതായത് വി ക്യാൻ യൂസ് കാർ പൂളിംഗ്. അതായത് നമ്മളിപ്പോൾ ഒരു സ്കൂളിലോട്ട് പോവുകയാണ്. അപ്പോൾ ഒരു സ്കൂളിൽ തൊട്ടയലത്തു നിന്നുള്ള 3-4 വീടുകളുണ്ടെന്ന് വെച്ചു. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എല്ലാവർക്കും കൂടി ഒരു വണ്ടിയിൽ പോകാൻ പറ്റും. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അവിടെ? വി ക്യാൻ കൺസേർവ് ദ ഫ്യൂവൽ. ഇന്ധനം നമുക്ക് ലാഭിക്കാൻ പറ്റും, ഇല്ലേ? അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും?
വി ക്യാൻ റെഡ്യൂസ് ദി യൂസ് ഓഫ് ഫ്യൂവൽ ആൻഡ് കൺട്രോൾ എയർ പൊല്യൂഷൻ. എയർ പൊല്യൂഷൻ അതുമൂലം നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും, എയർ പൊല്യൂഷൻ ഇല്ലാതാക്കാൻ പറ്റും. അപ്പം നമ്മളിപ്പോൾ എല്ലാവരും കൂടി ഒന്നിച്ച് ഒരു സ്ഥലത്ത് പോവുകയാണെങ്കിൽ വി ക്യാൻ യൂസ് വൺ വെഹിക്കിൾ, ദാറ്റ് ഈസ് വി കോൾ കാർ പൂളിംഗ്. ആൻഡ് വി ക്യാൻ യൂസ് ബൈസൈക്കിൾ. അടുത്തുള്ള ദൂരം പോവുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബൈസൈക്കിൾ ഉപയോഗിക്കാം. ഓർ വി ക്യാൻ വാക്ക് ഷോർട്ട് ഡിസ്റ്റൻസസ്. കുറഞ്ഞ ദൂരമാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നടന്നു പോകാം. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇന്ധനത്തിൻ്റെ ഉപയോഗം കുറയ്ക്കാൻ പറ്റും. ദെൻ ലീവ്സ് ലെഫ്റ്റ് ആഫ്റ്റർ പ്രൂണിങ് ഓർ മൂവിങ് ആൻഡ് വെജിറ്റബിൾ ഫ്രൂട്ട് പീൽസ് ക്യാൻ ബി യൂസ് ടു പ്രിപ്പയർ കമ്പോസ്റ്റ്. അതായത് നമ്മളെ വീട്ടിൽ നിന്നുള്ള വേസ്റ്റുകൾ, ചെടികൾ നമ്മൾ കട്ട് ചെയ്യുന്ന ഇലകളും നമ്മുടെ മുറ്റത്ത് നിൽക്കുന്ന ഗ്രാസും അതെല്ലാം നമ്മൾ പിഴുതിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അത് നമുക്ക് കമ്പോസ്റ്റ് ആക്കി ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദ കമ്പോസ്റ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ഗാർഡനിങ്. അത് നമുക്ക് ഗാർഡനിങ്ങിൽ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഒരു വസ്തു വേസ്റ്റ് ആക്കാതെ നമ്മൾ മറ്റൊരു സ്ഥലത്ത് ഉപയോഗിക്കുന്നു. ദെൻ വി ഷുഡ് ടേൺ ഓഫ് വാട്ടർ ടാപ്സ് വെൻ നോട്ട് ഇൻ യൂസ്. അതായത് വെള്ളം വെറുതെ പാഴാക്കി കളയാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉപയോഗത്തിലില്ലാത്ത സമയത്ത് വാട്ടർ ടാപ്പുകൾ അടച്ചു വെക്കാം. ദെൻ വി ക്യാൻ കൺസേർവ് വാട്ടർ. ഓക്കെ, അതാണ് റെഡ്യൂസ് എന്ന് പറയുന്നത്. റെഡ്യൂസ് എന്താണ്, വി ക്യാൻ റെഡ്യൂസ് വേസ്റ്റേജ് ബൈ ബൈയിങ് ഓൺലി വാട്ട് വി റിക്വയർ. എന്താണോ നമുക്ക് ആവശ്യമുള്ളത് അത്രമാത്രം നമ്മൾ എടുക്കുക, അതാണ് റെഡ്യൂസ് എന്ന് പറയുന്നത്. ദെൻ റീയൂസ്. എന്താണ് റീയൂസ്? ദാറ്റ് ഈസ് അനദർ ടൈപ്പ് ഓഫ് ആർ അല്ലേ. റീയൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്, വീണ്ടും വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക, ഉപയോഗിക്കുക. ഇറ്റ് റെഫേഴ്സ് ടു യൂസിങ് സംതിങ് എഗെയിൻ റാദർ ദാൻ ത്രോയിങ് ഇറ്റ് അവേ. അപ്പം നമ്മളൊരു വസ്തു ഉപയോഗിച്ചതിന് ശേഷം അതിൻ്റെ ക്യാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വീണ്ടും റീയൂസ് ചെയ്യാൻ പറ്റും. അതിനെ എടുത്ത് കളയാതെ വലിച്ചെറിയാതെ നമുക്കത് റീയൂസ് ചെയ്യാൻ പറ്റുമെന്ന് നമ്മളൊന്ന് നോക്കണം. ഫോർ എക്സാമ്പിൾ, യൂസിങ് ദ അതർ സൈഡ് ഓഫ് എ പ്രിൻറ്റഡ് ഡോക്യുമെൻറ്റ് ടു ഡു റഫ് കാൽക്കുലേഷൻസ്. അപ്പോൾ നമ്മൾ നമുക്ക് എന്തെങ്കിലും റഫായിട്ട് വരയ്ക്കണമെങ്കിലോ എഴുതണമെങ്കിലോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രിൻറ്റഡ് ഡോക്യുമെൻറ്റിൻ്റെ ബാക്ക് സൈഡ് എടുത്ത് നമുക്ക് അവിടെ എഴുതാനോ വരയ്ക്കാനോ ഒക്കെ പറ്റും. ആ പേപ്പർ അന്നേരം വേസ്റ്റ് ആവുകയുമില്ല, നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനും പറ്റും. ഓക്കെ, ദെൻ റീയൂസിങ് ആൻ എംറ്റി ക്യാൻ ആസ് എ ഫ്ലവർ വേസ് ഓർ എ പെൻ ഹോൾഡർ. അപ്പം എംറ്റി ക്യാൻ നമ്മൾ വാട്ടർ ബോട്ടിലുകളൊക്കെ എടുത്തിട്ട് വലിച്ചെറിയാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫ്ലവർ പോട്ട് ഉണ്ടാക്കാം. ഓർ ഇറ്റ് ക്യാൻ യൂസ് ആസ് എ പെൻ ഹോൾഡറായിട്ട് ഉപയോഗിക്കാം. നമുക്ക് പെൻസിലൊക്കെ ഇട്ട് വെക്കാനായിട്ട് അതിനെ ഉപയോഗിക്കാം ഇല്ലേ. ഇപ്പം നമ്മുടെ വീടുകളിലെല്ലാം ഉമ്മമാരൊക്കെ ചെയ്യാറുണ്ടല്ലേ, വാട്ടർ ബോട്ടിലുകളൊന്നും വലിച്ചെറിയാതെ അത് ഫ്ലവർ പോട്ടായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. ദെൻ മേക്കിംഗ് പേപ്പർ ബാഗ് ഫ്രം ഓൾഡ് ന്യൂസ് പേപ്പേഴ്സ്. പഴയ ന്യൂസ് പേപ്പറുകൾ ഉപയോഗിച്ച് പേപ്പർ ബാഗുകൾ ഉണ്ടാക്കി നമുക്ക് ഉപയോഗിക്കാം. ദെൻ യൂസിങ് ആൻ ഓൾഡ് ക്ലോത്ത് ബാഗ് ഫോർ ക്യാരിങ് ഐറ്റംസ് റാദർ ദാൻ ബൈങ് എ ന്യൂ വൺ എവറി ടൈം. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഷോപ്പുകളിൽ പോകുമ്പോൾ പുതിയ ബാഗ് വാങ്ങാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വാട്ടർ ക്ലോത്ത് ബാഗാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് നമുക്ക് വാഷ് ചെയ്തതിന് ശേഷം വീണ്ടും അത് റീയൂസ് ചെയ്യാൻ പറ്റും. അതാണ് റീയൂസ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഒരെണ്ണം വാങ്ങിയാൽ അത് പിന്നീട് ഉപയോഗിച്ചില്ലെങ്കിൽ എന്താ പറ്റും, അത് വേസ്റ്റ് ആയി പോകും. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന് വാഷ് ചെയ്ത് വീണ്ടും ഉപയോഗിക്കാം. ദാറ്റ് ഈസ് വി കോൾ റീയൂസ്. ഓക്കെ, ദെൻ റീസൈക്കിൾ ഉണ്ട്. നെക്സ്റ്റ് ആറാണ് റീസൈക്കിൾ. റീസൈക്കിൾ എന്താണെന്നോ, യൂസിങ് വേസ്റ്റ് മെറ്റീരിയൽ ടു മേക്ക് ന്യൂ ഐറ്റംസ് ഈസ് കോൾഡ് റീസൈക്ലിംഗ്. അപ്പം വേസ്റ്റ് മെറ്റീരിയലിൽ വെച്ച് പുതിയൊരു മെറ്റീരിയൽ ഉണ്ടാക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്, റീസൈക്ലിംഗ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, വി ക്യാൻ മേക്ക് കോംബ്. നമ്മൾ ഉപയോഗിക്കുന്ന കോംബ് ഉണ്ടല്ലോ, കോംബ് ആൻഡ് അതർ പ്ലാസ്റ്റിക് പ്രോഡക്റ്റ് ഫ്രം റീസൈക്കിൾഡ് പ്ലാസ്റ്റിക് ബോട്ടിൽ. റീസൈക്കിൾഡ് പ്ലാസ്റ്റിക് ബോട്ടിലിനെ റീസൈക്കിൾ ചെയ്ത് നമുക്ക് കോംബ് ഉണ്ടാക്കാം. ദെൻ അതർ ക്രാഫ്റ്റ് വർക്കൊക്കെ ഉണ്ടാക്കാം. ദെൻ വി ക്യാൻ ക്രിയേറ്റ് മെനി ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ഐറ്റം ബൈ യൂസിങ് റീസൈക്കിൾഡ് മെറ്റീരിയൽ ലൈക്ക് ജൂട്ട്. അപ്പം ഈ ഉപയോഗിച്ച് കഴിഞ്ഞ സാധനങ്ങൾ വെച്ച് നമുക്ക് അനദർ പ്രോഡക്റ്റുകൾ ഉണ്ടാക്കി എന്ത് ചെയ്യാം, അതിനെ റീസൈക്കിൾ ചെയ്യാം. മേക്കിംഗ് ന്യൂ ഐറ്റം ഫ്രം റീസൈക്കിൾഡ് മെറ്റീരിയൽ റിക്വയർസ് ലെസ് എനർജി ആൻഡ് ടൈം. അപ്പം പുതിയ ഒരു മെറ്റീരിയൽ ഉണ്ടാക്കാൻ പഴയ വസ്തു ഉപയോഗിച്ച് ഉണ്ടാക്കുമ്പോൾ എന്ത് പറ്റുന്നു, ലെസ് എനർജി, കുറച്ച് എനർജിയും കുറച്ച് ടൈം മാത്രം മതിയാകും. ഓക്കെ, thus we conclude this chapter. In this chapter what we studied mainly, we studied about pollution. There are mainly 4 types of pollution. What are they? Land pollution, air pollution, water pollution and noise pollution. Today we studied mainly about noise pollution. എന്താണ് noise pollution എന്ന് പറഞ്ഞാൽ,
Can you say? Any sound that causes discomfort or ears is called noise pollution. Noise pollution irritates, disturbs and interferes with our everyday activities like എന്തൊക്കെയാണ് സ്ലീപ്പിങ്ങിനെയും then talking and reading. Okay, inshallah, all of you read the textbook well and I send the notes in your WhatsApp. We can conclude. Assalamu alaikum.